എല്ലാവരും തിരക്കു പിടിച്ചോടുകയാണ്. ഈ തിരക്കിൽ നമ്മൾ കാണാതെ പോകുന്ന കാഴ്ചകളുണ്ട്, ചില ബന്ധങ്ങളുണ്ട്, ചില മനുഷ്യരുണ്ട്. എല്ലാവരും ഉണ്ടായിട്ടും ആരോരുമില്ലാതെ തനിച്ചായി പോകുന്നവർ. ഇവരെ നമുക്ക് എന്തു പേരിട്ടും വിളിക്കാം. പക്ഷെ ഇവരെല്ലാം ഇവിടെ സഹോദരങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോയവരെ കാണാൻ നിയോഗം ലഭിച്ചവരുണ്ട് ഈ ലോകത്ത്. അങ്ങനെ ഒരാൾ ഈ മനുഷ്യർക്കു വേണ്ടി സ്വന്തം ഭവനത്തോട് ചേർത്ത് തലചായ്ക്കാൻ ഇവർക്കായി ഒരു ഇടമൊരുക്കി. തണൽമരങ്ങളും പൂച്ചെടികളും വെച്ചുപിടിപ്പിച്ച് അതിമനോഹരമാക്കി. ആ കുടുംബത്തെ മരിയ സദനം എന്ന് വിളിച്ചു. വർഷങ്ങൾക്ക് മുൻപ് 1998 വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു തോമസ് ചേട്ടനെ കൂടെ കൂട്ടി. തോമസ് ചേട്ടന് പുതുജീവൻ നൽകിയ അന്ന് സന്തോഷ് മനസ്സിലുറപ്പിച്ച സ്വപ്നമാണ് ഇന്ന് നാം കാണുന്ന ഈ മരിയ സദനം. അന്ന് ഒരാളിൽ നിന്ന് തുടങ്ങിയ ഈ ഭവനത്തിൽ 500-ലധികം അന്തേവാസികൾ ഇന്നുണ്ട്. മരിയ സദനത്തിന്റെ പ്രവർത്തനങ്ങളെ പുണ്യപ്രവൃത്തിയായി കണ്ട് അറിഞ്ഞു സഹായിക്കുന്ന സന്മനസ്സുകളുടെ സഹായത്താൽ ദിനംപ്രതി വന്നു ചേരുന്ന അശരണർക്ക് മുന്നിൽ ഈ ഭവനം ഒരിക്കൽ പോലും വാതിൽ തുറക്കാതിരുന്നിട്ടില്ല. ഇതൊരു കൂട്ടുകുടുംബമാണ്. ഇവിടെ സ്ത്രീകളും കുട്ടികളും അങ്ങനെ എല്ലാവരും സമാധാനമായി ഉറങ്ങുന്നു. വിശപ്പകറ്റാൻ ഭക്ഷണം പാകം ചെയ്യുന്നത് എല്ലാവരും ഒന്നു ചേർന്നാണ്. ഇത് ഇവിടെയുള്ളവർക്ക് സത്യത്തിൽ ഒരു നേരം പോക്കാണ്. കാരണം ഭാരിച്ച പണികളെടുക്കാൻ ഇവിടെ ആധുനിക മെഷീനുകളുണ്ട് എന്നതാണ്. ഭക്ഷണം എല്ലാവർക്കും മതിയാകും വരെ, അതെ, തൃപ്തിയാകും വരെ വയറു നിറച്ചു തന്നെ കഴിക്കാം. 3 നേരവും ഭക്ഷണം, അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നല്ല മനസ്സുകളുടെ സഹായം നന്ദിയോടെയാണ് ഈ കുടുംബം നോക്കിക്കാണുന്നത്. രോഗികളായവർക്കും അതോടൊപ്പം രോഗം വരാതിരിക്കാനും വേണ്ട മരുന്നുകളും ഇവിടെ എപ്പോഴും കരുതും. മരിയ സദനം മക്കൾക്കു വേണ്ടി, കുടുംബത്തിനു വേണ്ടി ഒരു ഹോസ്പിറ്റൽ തന്നെ പണി കഴിപ്പിച്ചു നൽകിയവരുണ്ട്. അന്തേവാസികളുടെ ക്രിയാത്മകത വർദ്ധിപ്പിക്കുവാൻ വേണ്ട ആക്ടിവിറ്റീസ് ചെയ്യുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഇവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനും സാമൂഹ്യ ഇടപെടലിനും വേണ്ട കാര്യങ്ങളും മുടങ്ങാതെ ചെയ്തു പോരുന്നു. നാളിതുവരെ അസുഖം ഭേദമായി പുതിയ ജീവിതത്തിലേക്ക് കടന്നവർ 4000-ലേറെയാണ്. എന്നിരുന്നാലും അസുഖം ഭേദപ്പെട്ടിട്ടും മരിയ സദനത്തിൽ നിന്ന് സ്വന്തം ഭവനത്തിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉള്ളവർക്കായി പ്രത്യേകം ഭവനങ്ങളൊരുക്കി അവരെയും ചേർത്ത് നിർത്താൻ മരിയ സദനത്തിന് ഇന്ന് സാധിക്കുന്നു. ഈ കാണുന്ന എല്ലാ സൗകര്യങ്ങളും നിരവധിയായ വർഷങ്ങൾ കൊണ്ട് ഉണ്ടായതാണ്. ഞങ്ങളുടെ ഈ കുടുംബത്തെ കണ്ട് അറിഞ്ഞ് സഹായിച്ച ഏറെക്കുറെ മനുഷ്യരുടെ സ്നേഹം കൂടിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ മരിയ സദനം. ദിനംപ്രതി വന്നു ചേരുന്ന ആളുകളുടെ വർധനവ് കൊണ്ട് മരിയ സദനത്തിന് താങ്ങാനാകുന്നതിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇവിടെയുണ്ട്. അവർക്കായി കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ദിനംപ്രതിയുള്ള ഭക്ഷണത്തിനും മരുന്നുകൾക്കും മറ്റും വരുന്ന ചിലവുകൾ, സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി ഉണ്ടായിട്ടുള്ള ബാധ്യതകൾ, ഇവയെല്ലാം ഈ കുടുംബത്തെ ഞെരുക്കത്തിലേക്ക് പിടിമുറുക്കുമ്പോഴും കൈകൂപ്പുന്നവർക്ക് നേരെ കണ്ണടയ്ക്കാൻ പരിശുദ്ധ മാതാവിന്റെ പേരിലുള്ള ഈ കുടുംബത്തിന് സാധിക്കില്ല. കാരണം ഈ കുടുംബം ഒറ്റയ്ക്കല്ല. സർവേശ്വരന്റെ കൃപയാൽ പ്രതിസന്ധികൾ വരുമ്പോഴൊക്കെ താങ്ങായും തണലായും പ്രതീക്ഷിക്കാതെ എല്ലാം തന്നു കൂടെ നിൽക്കുന്നവർ ഈ മണ്ണിൽ ഇന്നുമുണ്ട് എന്ന വിശ്വാസത്തോടെ ഈ ഭവനം ഇനിയും മുന്നോട്ടു പോകും. തീർച്ച.